നമസ്കാരം, വെൽക്കം ടു യൂക്ലിഡ്സ് BSc. ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും എന്നൊരു ഭാഗമാണ്. കഴിഞ്ഞ LDC എക്സാമിൽ ചോദിച്ച കേരള ചരിത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതുപോലെ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട എല്ലാ അനുബന്ധ വിവരങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കണ്ടു നോക്കുക, നിങ്ങൾക്ക് അടുത്തൊരു എക്സാമിന് അത് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന: 1947 തൃശ്ശൂരിൽ വെച്ച് കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം നടന്നു. അടുത്തത് 1949 ജൂലൈ 1 നടന്ന തിരുക്കൊച്ചി സംയോജനം ഐക്യ കേരളത്തിൻ്റെ ആദ്യപടിയായി കണക്കാക്കപ്പെടുന്നു. അടുത്തത് സർദാർ KM പണിക്കർ അധ്യക്ഷനായി ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകൃതമായി. അടുത്തതാണ് 1956 നവംബർ 1 ഐക്യ കേരളം നിലവിൽ വന്നു. അപ്പോൾ ഇവിടെ ശരിയായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചുള്ളത്. അപ്പോൾ അത് 1, 2, 4 ആണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. ഇവിടെ തെറ്റാണ് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർദാർ KM പണിക്കരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്നാണ് ഇവിടെ പറയുന്നത്. അത് തെറ്റാണ്. അവിടെ അധ്യക്ഷനായിട്ട് വരുന്നത് ഫസൽ അലിയാണ്. അപ്പോൾ ഇതേക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്യ കേരളമാണ്. അപ്പോൾ ആദ്യത്തേത് 1920 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം സംഘടനയെ ഭാഷാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ 1921 ജനുവരി 30 കോഴിക്കോട് ചേർന്നു. 3 പ്രദേശങ്ങളെ ഏകോപിപ്പിച്ച് കേരള പ്രൊവിഷൻ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ചു. മാധവൻ നായരായിരുന്നു ആദ്യ സെക്രട്ടറി. അടുത്തത് പിന്നീട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു. അപ്പോൾ ഈ ഒരു പോയിന്റുകൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ 1920 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം സംഘടനയെ ഭാഷാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു? ആദ്യം ദേശീയ തലത്തിലുണ്ടായിരുന്നു, അത് പിന്നീട് ഭാഷാ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിൽ നിന്ന് 1921 ജനുവരി 30 കോഴിക്കോട് യോഗം ചേരുന്നു. അപ്പോൾ ഈ ഒരു ഭാഷാടിസ്ഥാനത്തിൽ എന്തായിരുന്നു? കോൺഗ്രസ് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് 1921 ജനുവരി 30 കോഴിക്കോട് യോഗം ചേർന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? 3 പ്രദേശങ്ങളെ ഏകോപിപ്പിച്ച്, അതായത് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ, ഇതിനെ ഏകോപിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു? കേരള പ്രൊവിഷൻ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കുന്നു. അങ്ങനെ മാധവൻ നായർ ആദ്യത്തെ സെക്രട്ടറി ആവുന്നു. അപ്പോൾ 1921 എന്ത് ചെയ്യുന്നു? കേരള പ്രൊവിഷൻ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കുന്നു. അതിൻ്റെ ആദ്യ സെക്രട്ടറി മാധവൻ നായരാണ്. പിന്നീട് അത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നായിട്ട് പുനർനാമകരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടതാണ്, മാധവൻ നായരാണ് ആദ്യ സെക്രട്ടറി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആദ്യ പ്രസിഡന്റും മാധവൻ നായരായിരുന്നു. എന്ന് വെച്ചാൽ ഈ ഒരു കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കുന്ന സമയത്ത് ആദ്യം സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാനം വന്നത്. അപ്പോൾ ആദ്യ പ്രസിഡന്റ് ആയതും ഈ പറഞ്ഞ മാധവൻ നായരാണ്. പിന്നീട് 1921 ഏപ്രിൽ 23 KPCCയുടെ നേതൃത്വത്തിൽ ആദ്യ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം ഒറ്റപ്പാലത്ത് നടന്നു. കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായിരുന്ന ആന്ധ്ര കേസരി ടി പ്രകാശമായിരുന്നു അധ്യക്ഷൻ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഭാഷാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ചു, KPCC രൂപീകരിച്ചു. അങ്ങനെ അതിൻ്റെ ആദ്യത്തെ സമ്മേളനം, അതിനെയാണ് ഈ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം എന്ന് പറയുന്നത്. അത് നടന്നത് 1921 ഏപ്രിൽ 23 ഒറ്റപ്പാലത്ത് വെച്ചാണ്, പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് വെച്ച്. ഇത് നോട്ട് ചെയ്യണം. 1921 ഏപ്രിൽ 23 ഒറ്റപ്പാലം, പാലക്കാട് ജില്ല. അതുപോലെ തന്നെ ആ ഒരു കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നത് ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ടി പ്രകാശമായിരുന്നു. ഇത് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നന്നായി തന്നെ പഠിച്ചു വയ്ക്കുക. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ടി പ്രകാശമാണ് ആദ്യത്തെ അഖില കേരള സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. അതിനുശേഷം 1928 ഏപ്രിൽ എറണാകുളത്ത് കൂടിയ നാട്ടുരാജ്യ പ്രജാ സമ്മേളനം ഐക്യ കേരള പ്രമേയം അംഗീകരിച്ചു. അതുപോലെ 1928 മെയ്യിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ പയ്യന്നൂരിൽ നടന്ന 4ാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഭരണഘടന തയ്യാറാക്കുമ്പോൾ കേരളത്തിനെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം സമ്മേളനം അംഗീകരിച്ചു. അപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ 1921 ഒറ്റപ്പാലത്ത് വെച്ച് സമ്മേളനം നടന്നു.
അങ്ങനെ സമ്മേളനം 1928 ആയപ്പോൾ 4ാമത്തെ അഖില കേരള സമ്മേളനം പയ്യന്നൂരിൽ വെച്ച് നടന്നു. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ. അവിടെ അധ്യക്ഷനായിരുന്ന ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അത് നോട്ട് ചെയ്യണം. 1928 അഖില കേരള സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ആ ഒരു സമ്മേളനത്തിലാണ് കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായിട്ട് പുനർസംഘടിപ്പിക്കണമെന്ന് പ്രമേയം അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1928 സമ്മേളനത്തിനൊക്കെ നല്ല പ്രാധാന്യമുണ്ട്. അവിടെ ജവഹർലാൽ നെഹ്റുവിനെ ഓർത്ത് വയ്ക്കണം. അതുപോലെ സംസ്ഥാനം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ച ഒരു സമ്മേളനം കൂടിയാണത്. അപ്പോൾ അത് ഓർമ്മിച്ച് വെക്കണം. അതുപോലെ തന്നെ 1928 ഏപ്രിൽ, അതായത് ഈ ഒരു അഖില കേരള സമ്മേളനം നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നാട്ടുരാജ്യ പ്രജാ സമ്മേളനം നടക്കുന്നുണ്ടായി എറണാകുളത്ത്. അപ്പോൾ അത് ഓർത്ത് വെക്കണം. 1928 ഏപ്രിൽ എറണാകുളത്ത് ഒരു നാട്ടുരാജ്യ പ്രജാ സമ്മേളനം കൂടി ഐക്യ കേരളം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കൂടുകയുണ്ടായി. അതുപോലെ തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഏകീകരണത്തിലും കൊച്ചി രാജ്യം ഇന്ത്യ യൂണിയൻ ചേർക്കുന്നതിലും കൊച്ചി മഹാരാജാവ് കേരളവർമ്മ നിർണായക പങ്കുവച്ചു. അപ്പോൾ ഈ പറഞ്ഞൊരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനി വരുന്ന പോയിന്റുകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഐക്യ കേരളം യാഥാർത്ഥ്യമാകുന്നതിനായി KPCCയുടെ ഉപസമിതി KP കേശവ മേനോൻ്റെ നേതൃത്വത്തിൽ 1946 ചെറുതുരുത്തിയിൽ യോഗം ചേർന്നു. അതിൻ്റെ തീരുമാനപ്രകാരം 1947 ഏപ്രിൽ തൃശ്ശൂർ വെച്ച് K കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം നടന്നു. അപ്പോൾ ഇവിടെ എഴുതിയൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. K കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം നടന്നു, അങ്ങനെയാണ് ഇത് വായിക്കേണ്ടത്. ആ ഒരു സമ്മേളനത്തിൽ ഈ മൊയ്തു മൗലവിയാണ് ഐക്യ കേരള പ്രമേയം അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ 1949 ഫെബ്രുവരിയിൽ ആലുവയിലും നവംബറിൽ പാലക്കാടും സമ്മേളനങ്ങൾ നടന്നു. ഇനി അടുത്തൊരു പോയിന്റാണ്, കേരളവർമ്മ മഹാരാജാവിനെയാണ് ഐക്യ കേരള തമ്പുരാൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പോയിന്റ്സിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഐക്യ കേരളം യാഥാർത്ഥ്യമാക്കുന്നതിനായിട്ട് 1946 KPCC ഒരു ഉപസമിതി രൂപീകരിക്കുന്നു, KP കേശവമേനോൻ്റെ നേതൃത്വത്തിൽ. അത് ചെറുതുരുത്തിയിലാണ് യോഗം ചേർന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഐക്യ കേരളം യാഥാർത്ഥ്യമാക്കുന്നതിനായി KPCCയുടെ ഉപസമിതി KP കേശവ മേനോൻ്റെ നേതൃത്വത്തിൽ 1946 ചെറുതുരുത്തിയിൽ യോഗം ചേർന്നു. ഓക്കെ, അങ്ങനെ ആ ഒരു യോഗത്തിൻ്റെ തീരുമാനപ്രകാരമാണ് 1947 ഏപ്രിൽ തൃശ്ശൂർ വെച്ച് K കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം നടക്കുന്നത്. അപ്പോൾ ഇവിടെ 1947 ഏപ്രിൽ തൃശ്ശൂർ വെച്ച് നടന്നത് K കേളപ്പൻ്റെ നേതൃത്വത്തിലാണ്, അത് മറക്കരുത്. അതുപോലെ തന്നെ ആ ഒരു സമ്മേളനത്തിലാണ് ഈ മൊയ്തു മൗലവി ഐക്യ കേരള പ്രമേയം അവതരിപ്പിച്ചത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഐക്യ കേരള പ്രമേയം അവതരിപ്പിച്ച ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊയ്തു മൗലവിയാണ്. അങ്ങനെ ആ ഒരു ഐക്യ കേരളവുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങളൊന്നും അവസാനിച്ചില്ല. 1949 വന്നപ്പോൾ ആലുവയിലും പിന്നീട് നവംബറിൽ പാലക്കാടും വെച്ച് വീണ്ടും സമ്മേളനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ ഐക്യ കേരള രൂപീകരണവുമായി ബന്ധപ്പെട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച ഒരു രാജാവാണ് കൊച്ചിയിലെ രാജാവായിട്ടുള്ള കേരളവർമ്മ മഹാരാജാവ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഐക്യ കേരള തമ്പുരാൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഐക്യ കേരള തമ്പുരാൻ എന്ന് വിശേഷിപ്പിക്കുന്നത് കേരളവർമ്മ മഹാരാജാവിനെയാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതുവരെ പറഞ്ഞത് ഐക്യ കേരള രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള സമ്മേളനങ്ങളാണ്. അപ്പോൾ ആ സമ്മേളനങ്ങളൊക്കെ കേന്ദ്ര തലത്തിലൊക്കെ നല്ല ചർച്ച ഉണ്ടാവുകയും അങ്ങനെ രൂപീകരിക്കുന്നതിനെ പറ്റിയിട്ടുള്ള കമ്മിറ്റികളൊക്കെ രൂപീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയാണ് ഇനി പറയുന്നത്. 1948 ഭരണഘടനാ നിർമ്മാണ സഭ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ സംഘടിപ്പിക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നതിനായി SK ധാർ കമ്മീഷനെ നിയമിച്ചു. ഇത് ഭാഷാ പ്രവിശ്യ കമ്മീഷനാണ്, അത് ഓർമ്മ വേണം. അതുപോലെ 1948 ജയ്പൂർ കോൺഗ്രസ് സമ്മേളനം ധാർ കമ്മീഷൻ്റെ ശുപാർശകൾ പരിഗണിക്കുന്നതിനായി ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ എന്നിവരടങ്ങിയ ഒരു ഉന്നത സമിതി രൂപീകരിച്ചു, അതായത് JVP കമ്മിറ്റി രൂപീകരിച്ചു. നാട്ടുരാജ്യ സംയോജനത്തിനായി സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് രൂപം കൊണ്ടു. വകുപ്പിൻ്റെ സെക്രട്ടറി മലയാളി കൂടിയായ VP മേനോനായിരുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റ്സിൽ എന്താ പറയുന്നത് വെച്ചാൽ, ഐക്യ കേരള രൂപീകരണവുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ നടന്ന ചർച്ചകളാണ്. അതായത് 1948 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനം പുനഃസംഘടിപ്പിക്കുന്നതിനെ പറ്റി ആലോചിക്കാൻ വേണ്ടിയിട്ട് SK ധാർ കമ്മീഷനെ നിയമിച്ചു. അപ്പോൾ മനസ്സിലാക്കണം, SK ധാർ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനം പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കമ്മീഷനായിരുന്നു. അത് നിയമിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം, ഇല്ലെങ്കിൽ മാറിപ്പോകും. അതുപോലെ തന്നെ തിരുവിതാംകൂർ ധാർ കമ്മീഷനുമായിട്ട് നിസ്സഹകരിക്കാനുണ്ടായത്
കൊച്ചിയാകട്ടെ തങ്ങളുടെ നിർദ്ദേശങ്ങൾ കമ്മീഷന് സമർപ്പിച്ചു. അപ്പോൾ ഒരു ധാർ കമ്മീഷൻ എന്ത് ചെയ്യുന്നു, സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂറിനെ സമീപിക്കുന്നുണ്ട്. അപ്പോൾ തിരുവിതാംകൂർ എന്ത് ചെയ്യുന്നു, അതിനോട് നിസ്സഹകരിക്കുക ചെയ്ത്. അതുപോലെ കൊച്ചിയിലോട്ട് വന്നപ്പോൾ കൊച്ചി അതിന് 2 കൈ നീട്ടി സ്വീകരിക്കുക ചെയ്ത്. അതുപോലെ തന്നെ 1948 ജയ്പൂർ കോൺഗ്രസ് സമ്മേളനം ധാർ കമ്മീഷൻ്റെ ശുപാർശകൾ എന്ത് ചെയ്യുന്നു, പരിഗണിക്കുന്നതിനായിട്ട് ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ എന്നിവരടങ്ങിയ ഒരു ഉന്നത സമിതി രൂപീകരിച്ചു, അതായത് JVP കമ്മിറ്റി. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞത് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണ്. ഇവിടെ കോൺഗ്രസ് നിയമിച്ച ഒരു കമ്മിറ്റിയാണ് JVP കമ്മിറ്റി. ഈ JVP കമ്മിറ്റിയിലുള്ളത് ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ എന്നിവരാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കേണ്ട പോയിന്റ് ധാർ കമ്മീഷൻ, JVP കമ്മിറ്റി എന്നിവയൊക്കെ സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളാണ്. അതുപോലെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് രൂപം കൊണ്ടു. അപ്പോൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആരുടെ നേതൃത്വത്തിലാണ്? സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിലാണ്. അതുപോലെ തന്നെ VP മേനോനായിരുന്നു അതിൻ്റെ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, അതൊക്കെ നന്നായി തന്നെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ VP മേനോനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട 2 പോയിന്റുകളുണ്ട്, അത് നോക്കാം. VP മേനോൻ രചിച്ച പ്രശസ്തമായ ഗ്രന്ഥമാണ് ദി സ്റ്റോറി ഓഫ് ദി ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. അതുപോലെ ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി കൂടിയാണ് VP മേനോൻ. അപ്പോൾ ഇവിടെ VP മേനോനുമായി ബന്ധപ്പെട്ട് 3 പോയിന്റ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തേത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിട്ട് നിയമിച്ചത് VP മേനോനാണ്. അതുപോലെ VP മേനോൻ്റെ ഗ്രന്ഥങ്ങളാണ് ദി സ്റ്റോറി ഓഫ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് ദി ഇന്ത്യൻ സ്റ്റേറ്റ്സ്, പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. അത് നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ അദ്ദേഹം ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി കൂടിയാണ്. ഒഡീഷയിലെ ഗവർണറായിട്ടാണ് അദ്ദേഹം ചുമതലയായിട്ടുണ്ടായിരുന്നത്. 1951 ആ ഒരു കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ഇത് SCERTയിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, VP മേനോനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ നന്നായി തന്നെ അത് പഠിച്ചു വയ്ക്കുക. ഇനി പറയാൻ പോകുന്നത് ഐക്യകേരളം രൂപീകരിക്കുന്നതിനോട് അടുത്തെത്തുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് കേരളത്തിൽ. അപ്പോൾ അതാണ് 1947 ജൂൺ 3 മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യൻ യൂണിയനിലോ പാകിസ്ഥാനിലോ ചേരാനോ അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാനോ അധികാരം ഉണ്ടായിരുന്നു. ഇത് പ്രകാരം ദിവാൻ CP രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാജ്യമായി നിലനിർത്തുകയും 1946 അമേരിക്കൻ മോഡൽ ഭരണക്രമം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് 1946 പുന്നപ്ര വയലാർ സമരം നടന്നു. അപ്പോൾ ഇവിടെ 1947 ജൂൺ 3 മൗണ്ട് ബാറ്റൻ പദ്ധതി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഭജനവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു മൗണ്ട് ബാറ്റൻ പദ്ധതി. 1947 ജൂൺ 3 നടന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണോ നോക്കി വയ്ക്കുക. 1947 ജൂൺ 3 മൗണ്ട് ബാറ്റൻ പദ്ധതി. ആ ഒരു പദ്ധതി പ്രകാരം പറഞ്ഞ കാര്യമാണ് നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യൻ യൂണിയനിലോ പാകിസ്ഥാനിലോ ചേരാനോ അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാനോ അധികാരം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പദ്ധതി പ്രകാരം എന്തായിരുന്നു, അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിനെ ഒരു സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ സ്വതന്ത്ര രാജ്യമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ 1946 അമേരിക്കൻ മോഡൽ ഭരണക്രമം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതേ തുടർന്ന് 1946 പുന്നപ്ര വയലാർ സമരം നടക്കുന്നു. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും 1946 നടന്ന പുന്നപ്ര വയലാർ സമരം. അതുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു 1946 അമേരിക്കൻ മോഡൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരു മുദ്രാവാക്യം, അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്നുള്ളത്. അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടാണ്. ഇനി വയലാർ സമരവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്, അതിനെ പറ്റി പറയുമ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ, അങ്ങനെ 1948 മാർച്ച് 24 തിരുവിതാംകൂറിലെ ആദ്യ ജനകീയ മന്ത്രിസഭ അധികാരമേറ്റു. പട്ടം താണപിള്ള പ്രധാനമന്ത്രിയായി. അപ്പോൾ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണം. 1948 മാർച്ച് 24 തിരുവിതാംകൂറിൽ ആദ്യ ജനകീയ മന്ത്രിസഭ വരുന്നത്. ഓക്കെ, അങ്ങനെ ആ ഒരു മന്ത്രിസഭയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നത് പട്ടം താണുപിള്ളയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രധാനമന്ത്രി ആയിരുന്നത് പട്ടം താണുപിള്ളയാണ്. അപ്പോൾ ഈ ഒരു വർഷമൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ അടുത്തൊരു പോയിന്റാണ് രാമവർമ്മ പരീക്ഷിത് തമ്പുരാൻ തിരുക്കൊച്ചി സംയോജനത്തിന് വേണ്ടി സ്ഥാനത്യാഗം ചെയ്തു. ഇനി നമുക്ക് പറയാനുള്ളത് തിരുക്കൊച്ചി സംയോജനമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്താണെന്നുള്ളത് നോക്കാം. 1949 ജൂലൈ 1 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ നിലവിൽ വന്നു. തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം
സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായി നിശ്ചയിക്കപ്പെട്ടു. നിയമസഭ, സെക്രട്ടേറിയറ്റ് എന്നിവ തിരുവനന്തപുരത്തും ഹൈക്കോടതി എറണാകുളത്തും ആസ്ഥാനമാക്കി. അടുത്തത് മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ സംസ്ഥാന ഗവർണർക്ക് തുല്യനായ പദവിയോടെ രാജപ്രമുഖനായി. അടുത്തത് കൊച്ചി മഹാരാജാവ് പരീക്ഷിത് തമ്പുരാനായിരുന്നു. 1950 ഇത് തിരുക്കൊച്ചി സംസ്ഥാനമായി പുനർനാമകരണം ചെയ്തു. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1949 ജൂലൈ 1 തിരുക്കൊച്ചി രൂപം കൊണ്ടത്. അപ്പോൾ ഇത് രൂപം കൊള്ളുമ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ എന്നായിരുന്നു. അപ്പോൾ ഈ ഒരു വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1949 ജൂലൈ 1 തിരുക്കൊച്ചി രൂപം കൊള്ളുന്നത്. അതിൻ്റെ ആദ്യത്തെ പേര് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ എന്നായിരുന്നു. പിന്നീട് എന്തായിരുന്നു? തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായ, അപ്പോൾ തിരുവനന്തപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായിരുന്നു. അത് എന്ത് ചെയ്യുന്നു? തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായിട്ട് നിശ്ചയിക്കപ്പെട്ടു. അങ്ങനെ നിയമസഭയും സെക്രട്ടേറിയറ്റും ഒക്കെ തിരുവനന്തപുരത്തും ഹൈക്കോടതി എറണാകുളത്തും ആസ്ഥാനമാക്കി. അതുപോലെ തന്നെ അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ രാജപ്രമുഖനായി. അപ്പോൾ അന്നത്തെ ഒരു ഗവർണർ പദവിക്ക് തുല്യമാണ് ഈ ഒരു രാജപ്രമുഖൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് മനസ്സിലാക്കുക. മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ സംസ്ഥാന ഗവർണർക്ക് തുല്യമായ പദവിയോടെ രാജപ്രമുഖനായി. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് കൊച്ചി രാജാവായിരുന്നത് പരീക്ഷിത് തമ്പുരാനായിരുന്നു. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ ഐക്യ കേരള തമ്പുരാനെന്ന് പറഞ്ഞപ്പോൾ അത് കേരളവർമ്മേനെയാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ പരീക്ഷിത് തമ്പുരാനാണ് ഈ ഒരു കൊച്ചി സംയോജനം അല്ലെങ്കിൽ തിരുക്കൊച്ചി സംയോജനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു മഹാരാജാവ്. അങ്ങനെ 1950 ഈ ഒരു സംസ്ഥാനത്തിന് തിരുക്കൊച്ചി എന്ന പേര് വരുന്നത്. അപ്പോൾ അതും കൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നീട് തിരുക്കൊച്ചി നിയമസഭയുടെ ആദ്യ പ്രസിഡന്റ് TM വർഗീസ് ആയിരുന്നു. പറവൂർ TK നാരായണപിള്ള തിരുക്കൊച്ചിയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി. തുടർന്ന് കൊച്ചി സംസ്ഥാനത്ത് 1949-56 കാലയളവിലായി 5 മുഖ്യമന്ത്രിമാർ ഭരണം നടത്തി. 1956 മാർച്ച് 23 തിരുക്കൊച്ചി സംസ്ഥാനത്ത് ആദ്യമായി രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നു. അങ്ങനെ ഇവിടെ പറയുന്നത് തിരുക്കൊച്ചി രൂപം കൊണ്ടു. അങ്ങനെ തിരുക്കൊച്ചി നിയമസഭയുടെ ആദ്യ പ്രസിഡന്റ് TM വർഗീസ് ആയിരുന്നു. അതുപോലെ TK നാരായണപിള്ളയായിരുന്നു തിരുക്കൊച്ചിയുടെ പ്രഥമ പ്രധാനമന്ത്രി. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ മാറരുത്. നേരത്തെ പട്ടം താണുപിള്ളയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരുവിതാംകൂറിലൊരു ജനകീയ മന്ത്രിസഭ രൂപം കൊണ്ടു. അതിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നത് പട്ടം താണുപിള്ളയായിരുന്നു. ഇവിടെ തിരുക്കൊച്ചിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ പറവൂർ TK നാരായണപിള്ളയാണ് തിരുക്കൊച്ചിയുടെ പ്രഥമ പ്രധാനമന്ത്രി. തുടർന്ന് കൊച്ചി സംസ്ഥാനത്ത് 1949 മുതൽ 1956 കാലയളവിലായിട്ട് 5 മുഖ്യമന്ത്രിമാർ ഭരണം നടത്തി. പിന്നീട് 1956 മാർച്ച് 23 തിരുക്കൊച്ചി സംസ്ഥാനത്ത് ആദ്യമായി രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ 1956 മാർച്ച് 23 രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നു. ഇനി നമ്മൾ നോക്കുന്നത് 1956 ഐക്യ കേരള രൂപീകരണമാണ്. ഇനി കേരളം രൂപപ്പെടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. 1953 ഡിസംബറിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ചു. ജസ്റ്റിസ് ഫസൽ അലിയുടെ അധ്യക്ഷതയിലുള്ള ഈ കമ്മീഷനിൽ സർദാർ KM പണിക്കർ, HN കുൻഷ്രു എന്നിവർ അംഗമായിരുന്നു. 1955 സെപ്റ്റംബറിൽ 2 വർഷത്തെ പഠനത്തിന് ശേഷം കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. 1956 ഓഗസ്റ്റ് 31 സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നു. ഇത് പ്രകാരം 1956 നവംബർ 1 കേരളം ഉൾപ്പെടെ 16 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപം കൊണ്ടു. അങ്ങനെ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് എന്നീ 4 തെക്കൻ താലൂക്കുകളും ചെങ്കോട്ട താലൂക്കിൻ്റെ ഒരു ഭാഗവും തിരുക്കൊച്ചിയിൽ നിന്ന് വേർപെടുത്തി മദ്രാസ് സംസ്ഥാനത്തോട് കൂട്ടിച്ചേർത്തു. മലബാർ ജില്ലയും തെക്കൻ കനറ ജില്ലയിലെ കാസർഗോഡ് താലൂക്കും ശേഷം തിരുക്കൊച്ചിയോട് ചേർക്കപ്പെട്ടു. 1956 നവംബർ 1 ഐക്യ കേരളം യാഥാർത്ഥ്യമായി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെയാണ്. 1953 ഡിസംബറിലാണ് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നത്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക. 1953. ഇനി അതിൻ്റെ അധ്യക്ഷനായിരുന്നത് ജസ്റ്റിസ് ഫസൽ അലിയാണ്. അതുപോലെ തന്നെ അതിൽ അംഗങ്ങളായിരുന്നാണ് മലയാളിയായ സർദാർ KM പണിക്കർ, അതുപോലെ HN കുൻഷ്രു എന്നിവർ. അപ്പോൾ 3 പേരാണ് ഉണ്ടായിരുന്നത്: ഫസൽ അലി, സർദാർ KM പണിക്കർ, HN കുൻഷ്രു. പിന്നീട് 1955 ആകുമ്പോൾ ഈ ഒരു കമ്മീഷൻ എന്ത് ചെയ്യുന്നു? റിപ്പോർട്ട് സമർപ്പിക്കുന്നു.
1953 രൂപം കൊണ്ട കമ്മീഷൻ 1955 റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അങ്ങനെ 1956 ഒക്ടോബർ 31 സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വരുന്നു. അപ്പോൾ എന്നാണ് സംസ്ഥാന പുനഃസംഘടനാ നിയമം വരുന്നത്? 1956 ഓഗസ്റ്റ് 31. അത് മനസ്സിലാക്കണം. 1956 ഓഗസ്റ്റ് 31 സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നു. അതുപോലെ തന്നെ ഇത് പ്രകാരം 1956 നവംബർ 1 കേരളം ഉൾപ്പെടെ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപം കൊണ്ടു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വരുമ്പോൾ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് രൂപം കൊണ്ടത്. ഇനി കേരളത്തിൻ്റെ കാര്യം പറയുമ്പോൾ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട്, അപ്പോൾ ഈ ഒരു പ്രദേശങ്ങളൊക്കെ പഠിച്ചു വെക്കണം. അങ്ങനെ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് എന്നീ 4 തെക്കൻ താലൂക്കുകളും ചെങ്കോട്ട താലൂക്കിൻ്റെ ഒരു ഭാഗവും തിരുക്കൊച്ചിയിൽ നിന്ന് വേർപ്പെടുത്തി മദ്രാസ് സംസ്ഥാനത്തോട് കൂട്ടിച്ചേർത്തു. അപ്പോൾ ഏതൊക്കെ പ്രദേശങ്ങളാണ് മദ്രാസ് സംസ്ഥാനത്തോട് കൂട്ടിച്ചേർത്തതെന്ന് കൃത്യമായിട്ട് പഠിക്കണം. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട്, പിന്നീട് ചെങ്കോട്ട താലൂക്കിൻ്റെ ഒരു ഭാഗവും അത് തിരുവിതാംകൂറിൽ നിന്ന് മദ്രാസിലോട്ടാണ് കൂട്ടിച്ചേർത്തത്. ഓക്കെ. അതുപോലെ തന്നെ മലബാർ ജില്ലയും തെക്കൻ കനറ ജില്ലയിലെ കാസർഗോഡ് താലൂക്കും ശേഷം തിരുക്കൊച്ചിയോട് കൂട്ടിച്ചേർത്തു. അപ്പോൾ മലബാർ ജില്ലയും തെക്കൻ കാനറയിലെ കാസർഗോഡ് താലൂക്ക് എന്ത് ചെയ്യുന്നു? തിരുക്കൊച്ചിയോട് കൂട്ടിച്ചേർത്തു. അങ്ങനെ 1956 നവംബർ 1 ഐക്യ കേരളം യാഥാർത്ഥ്യമായി. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ടത്. ഇനി നമുക്ക് സർദാർ കെ എം പണിക്കരെ കുറിച്ച് 2 പോയിന്റ് ഉണ്ട്, അത് നോക്കാം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗമായി പ്രവർത്തിച്ച മലയാളിയാണ് സർദാർ കെ എം പണിക്കർ. ഭരണഘടനാ നിർമ്മാണ സഭ അംഗം, ചൈന, ഈജിപ്ത്, ഫ്രാൻസ് എന്നിവിടങ്ങളിലെ ഇന്ത്യൻ സ്ഥാനാധിപതി, കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ അധ്യക്ഷൻ തുടങ്ങിയ പദവികൾ വഹിച്ചു. അതുപോലെ 2 ചൈനയിൽ എന്ന കൃതി സർദാർ കെ എം പണിക്കരുതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗമായി പ്രവർത്തിച്ച മലയാളിയാണ് സർദാർ കെ എം പണിക്കർ. അപ്പോൾ നമുക്ക് മാറിപ്പോയത് VP മേനോൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി. ഇവിടെ ഇത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗമായിരുന്നു സർദാർ കെ എം പണിക്കർ. അപ്പോൾ അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സഭ അംഗമായിരുന്നു. അതുപോലെ ചൈന, ഈജിപ്ത്, ഫ്രാൻസ് എന്നിവിടങ്ങളിലെ സ്ഥാനാധിപതി, ഇന്ത്യൻ സ്ഥാനാധിപതിയായിരുന്നു. അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ അധ്യക്ഷനുമായിരുന്നു സർദാർ കെ എം പണിക്കർ. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് 2 ചൈനയിൽ. അത് മനസ്സിലാക്കി വെക്കണം. 2 ചൈനയിൽ എന്നുള്ളത് സർദാർ കെ എം പണിക്കരുടെ കൃതിയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 1956 ശേഷമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതെന്തൊക്കെ നോക്കാം. കേരളം രൂപം കൊള്ളുമ്പോൾ PS റാവു ആയിരുന്നു ആക്ടിംഗ് ഗവർണർ. നവംബർ 22 B രാമകൃഷ്ണ റാവുവും ഗവർണറായി ചുമതലയേറ്റു. 1960-65 കാലത്ത് ആ പദവി വഹിച്ച VV ഗിരി പിൽക്കാലത്ത് ഇന്ത്യയുടെ 4ാമത്തെ രാഷ്ട്രപതിയായി പ്രവർത്തിച്ചു. അതുപോലെ കേരള നിയമസഭയിലേക്കുള്ള പ്രഥമ പൊതു തിരഞ്ഞെടുപ്പ് 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെ നടന്നു. 1957 ഏപ്രിൽ 5 രാഷ്ട്രപതി ഭരണം അവസാനിക്കുകയും അതേ ദിവസം EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരമേൽക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ പറഞ്ഞ പോയിന്റ് ഇങ്ങനെയാണ്. കേരളം രൂപം കൊണ്ടപ്പോൾ ആദ്യത്തെ ആക്ടിംഗ് ഗവർണറായിരുന്നത് PS റാവു ആയിരുന്നു. പിന്നീട് ഒരു സ്ഥിരം ഗവർണറായിട്ട് വരുന്നത് B രാമകൃഷ്ണ റാവു ആണ്. അപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കാറുള്ളൂ, കേരളത്തിൻ്റെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു വെച്ചാൽ B രാമകൃഷ്ണ റാവു എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ 1960-65 കാലത്ത് VV ഗിരി ആയിരുന്നു കേരളത്തിൻ്റെ ഗവർണർ. അദ്ദേഹം ഇന്ത്യയുടെ 4ാമത്തെ രാഷ്ട്രപതി കൂടി ആവുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഗവർണറായ ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തിയാണ് VV ഗിരി. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കണം. 1960-65 കാലത്ത് ആ പദവി, അതായത് ഗവർണർ പദവി വഹിച്ച VV ഗിരി പിൽക്കാലത്ത് ഇന്ത്യയുടെ 4ാമത്തെ രാഷ്ട്രപതി ആയി പ്രവർത്തിച്ചു. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, കേരള നിയമസഭയിലെ പ്രഥമ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെയാണ്. 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെ, അത് നോട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ 1957 ഏപ്രിൽ 5 രാഷ്ട്രപതി ഭരണം അവസാനിക്കുകയും
അതേ ദിവസം EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരമേൽക്കുകയും ചെയ്തു. അപ്പോൾ എന്നാണ് രാഷ്ട്രപതി ഭരണം അവസാനിക്കുന്നത്? 1957 ഏപ്രിൽ 5-ന്. അതേ ദിവസം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ വരുന്നത്. അതുപോലെ മനസ്സിലാക്കേണ്ടതാണ്, EMS നമ്പൂതിരിപ്പാട് നീലേശ്വരം മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചിട്ട് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്, അല്ലെങ്കിൽ നിയമസഭയിലേക്ക് വരുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കി വെക്കണം. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ 11 അംഗങ്ങളാണ് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്. ആർ ശങ്കരനാരായണൻ തമ്പി പ്രഥമ നിയമസഭാ സ്പീക്കറായി. PT ചാക്കോ പ്രതിപക്ഷ നേതാവായി. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു 1957 ഏപ്രിൽ 5-ന് മന്ത്രിസഭ രൂപം കൊണ്ടുവന്നു. ആ മന്ത്രിസഭയിൽ 11 അംഗങ്ങളായിരുന്നു മന്ത്രിമാരായിട്ടുണ്ടായിരുന്നത്. അതുപോലെ ആ ഒരു നിയമസഭയിലെ പ്രഥമ സ്പീക്കറായിരുന്നത് ശങ്കരനാരായണൻ തമ്പിയാണ്. അപ്പോൾ അതൊക്കെ പഠിച്ചു വെക്കണം. ആദ്യത്തെ സ്പീക്കറായിരുന്നത് ശങ്കരനാരായണൻ തമ്പി. കേരളത്തിലെ ആദ്യത്തെ സ്പീക്കറാണ് ശങ്കരനാരായണൻ തമ്പി. കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് PT ചാക്കോ. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. അതുപോലെ തന്നെ വിമോചന സമരത്തെ തുടർന്ന് 1959 ജൂലൈ 31-ന് ഭരണഘടനയുടെ 356 വകുപ്പ് പ്രകാരം സംസ്ഥാന മന്ത്രിസഭയെ പിരിച്ചുവിട്ടുകൊണ്ട് ഭരണം രാഷ്ട്രപതി ഏറ്റെടുത്തു. അപ്പോൾ ഈ ഒരു പോയിന്റും നോക്കി വയ്ക്കുക. വിമോചന സമരത്തെ തുടർന്ന് 1959 ജൂലൈ 31-ന് ഭരണഘടനയുടെ 356 വകുപ്പ് പ്രകാരം സംസ്ഥാന മന്ത്രിസഭയെ പിരിച്ചുവിട്ടു. അങ്ങനെ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നു. അപ്പോൾ ഇവിടെ മന്ത്രിസഭ രൂപീകരിച്ചതിന് ശേഷം 1959 ജൂലൈ 31-ന് വിമോചന സമരം നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മന്ത്രിസഭ പിരിച്ചുവിടുന്നു. എന്നിട്ട് രാഷ്ട്രപതി ഭരണം വരുന്നു. അപ്പോൾ ആ ഒരു പോയിന്റ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്, അത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി പറയുന്നത് EMSൻ്റെ കൃതികളാണ്. കേരളം മലയാളികളുടെ മാതൃഭൂമി, 1.25 കോടി മലയാളികൾ എന്നിവ EMS രചിച്ച കൃതികളാണ്. അപ്പോൾ ഏതൊക്കെയാണ്? കേരളം മലയാളികളുടെ മാതൃഭൂമി, 1.25 കോടി മലയാളികൾ, ഇവ EMSൻ്റെ കൃതികളാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ആ ഒരു 1956-ന് ശേഷമുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി വേറെ കുറച്ച് പോയിന്റ് കൂടി ഉണ്ട്. തിരുവിതാംകൂറിലെ അവസാനത്തെ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാളാണ്. കൊച്ചിയിൽ ഭരണം നടത്തിയ അവസാനത്തെ മഹാരാജാവ് രാമവർമ്മ പരീക്ഷിത്ത് തമ്പുരാനാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് മറക്കരുത്. തിരുവിതാംകൂറിലെ അവസാനത്തെ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാളാണ്. കൊച്ചിയിലെ അവസാനത്തെ രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമവർമ്മ പരീക്ഷിത്ത് തമ്പുരാനാണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, കേരളത്തിൽ നിന്ന് ലോകസഭയിലേക്ക് മത്സരിച്ച് ജയിച്ച് കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി പനമ്പള്ളി ഗോവിന്ദമേനോനാണ്. അതുപോലെ തിരുവിതാംകൂറിലെ അവസാനത്തെയും തിരുക്കൊച്ചിയിലെ ആദ്യത്തെയും പ്രധാനമന്ത്രിയായിരുന്നു പറവൂർ TK നാരായണപിള്ള. TK നാരായണപിള്ളയുടെ ഭരണകാലത്ത് ശൂരനാട് സംഭവം, ശബരിമല ക്ഷേത്രത്തിലെ തീപിടുത്തം തുടങ്ങിയവ ഉണ്ടായത്. തിരുക്കൊച്ചിയിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് C കേശവൻ. 1935 മെയ് 13-ന് നടന്ന കോഴഞ്ചേരി പ്രസംഗത്തിൻ്റെ പേരിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും 2 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധേയമാകുകയും ചെയ്തു. ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം അസ്തമിക്കും എന്ന C കേശവൻ്റെ പ്രസംഗം കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ജീവിത സമരം അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. അപ്പോൾ ഈ പോയിന്റ് ശ്രദ്ധിക്കണം. കേരളത്തിൽ നിന്ന് ലോകസഭയിലേക്ക് മത്സരിച്ച് ജയിച്ച് കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി പനമ്പള്ളി ഗോവിന്ദമേനോനാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് ലോകസഭയിലേക്ക് മത്സരിച്ച് ജയിച്ച് കേന്ദ്രമന്ത്രിയായ ആദ്യത്തെ മലയാളിയാണ് പനമ്പള്ളി ഗോവിന്ദമേനോൻ. അതുപോലെ തിരുവിതാംകൂറിലെ അവസാനത്തെയും, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തിരുവിതാംകൂറിലെ അവസാനത്തെയും തിരുക്കൊച്ചിയിലെ ആദ്യത്തെയും പ്രധാനമന്ത്രിയായിരുന്നു പറവൂർ TK നാരായണപിള്ള. ഇനി ഈ പറഞ്ഞ TK നാരായണപിള്ളയുടെ കാലത്താണ് ശൂരനാട് സംഭവം, ശബരിമല ക്ഷേത്രത്തിലെ തീപിടുത്തമൊക്കെ ഉണ്ടാവുന്നത്. ഇനി തിരുക്കൊച്ചിയിലെയാണ് ശ്രദ്ധിക്കണം, തിരുക്കൊച്ചിയിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് C കേശവൻ. അദ്ദേഹം 1935 മെയ് 13-ന് നടത്തിയ കോഴഞ്ചേരി പ്രസംഗത്തിൻ്റെ പേരിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും 2 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധേയനാവുകയും ചെയ്തു. അപ്പോൾ തിരുക്കൊച്ചിയിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി C കേശവനായിരുന്നു. C കേശവനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെയാണ് കോഴഞ്ചേരി പ്രസംഗം. 1935 മെയ് 13-നാണ് കോഴഞ്ചേരി പ്രസംഗം. റാങ്ക് ഫയലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മെയ് 11 എന്ന് കാണാം. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. 1935 മെയ് 13 അല്ലെങ്കിൽ 11 ഒക്കെയാണ് കോഴഞ്ചേരി പ്രസംഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോഴഞ്ചേരി പ്രസംഗമൊക്കെ നടക്കുന്നത് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കണം. അതുപോലെ ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം അസ്തമിക്കും. അത് C കേശവൻ്റെ പ്രസംഗത്തിലുള്ള വരികളാണ്.
അതുപോലെ തന്നെ ജീവിത സമരം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. അപ്പോൾ സി കേശവൻ്റെ ആത്മകഥയാണ് ജീവിത സമരം. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പുത്രനായിട്ടുള്ള കെ ബാലകൃഷ്ണനാണ് ആ ഒരു കൃതിക്ക് ആമുഖം രചിച്ചത്. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ പറഞ്ഞ പോയിൻ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് തിരുക്കൊച്ചിയിലെ 3ാമത്തെ മന്ത്രിയാണ് AJ ജോൺ. VP മേനോന് ശേഷം ഗവർണർ പദവി വഹിച്ച 2ാമത്തെ മലയാളി കൂടിയാണ് ഇദ്ദേഹം. അടുത്തത് തിരുവിതാംകൂറിലെ ആദ്യ ജനകീയ മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയ പട്ടംതാണുപിള്ള തിരുക്കൊച്ചിയുടെ 4ാമത്തെ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ 2ാമത്തെ മുഖ്യമന്ത്രി എന്നീ പദവികളും വഹിച്ചു. അടുത്തത് മുഖ്യമന്ത്രി ആയ ശേഷം ഗവർണർ പദവി വഹിച്ച ഏക മലയാളിയാണ് പട്ടംതാണുപിള്ള. കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യർ എന്ന് വിശേഷിപ്പിക്കുന്നതും പട്ടംതാണുപിള്ളയാണ്. തിരുക്കൊച്ചിയുടെ 5ാമത്തെയും അവസാനത്തെയും മുഖ്യമന്ത്രിയാണ് പനമ്പള്ളി ഗോവിന്ദമേനോൻ. കേരളത്തിൽ നിന്ന് ലോകസഭയിലേക്ക് മത്സരിച്ച് ജയിച്ച് കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി കൂടിയാണ് ഇദ്ദേഹം. അപ്പോൾ ഇവിടെ പറയുന്ന പോയിന്റും ജസ്റ്റ് നോക്കി വയ്ക്കുക. തിരുക്കൊച്ചിയിലെ 3ാമത്തെ മുഖ്യമന്ത്രിയാണ് AJ ജോൺ. അപ്പോൾ AJ ജോൺ VP മേനോന് ശേഷം ഗവർണറാവുന്ന 2ാമത്തെ മലയാളിയാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ആദ്യ ജനകീയ മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് പട്ടംതാണുപിള്ളയാണ്. അത് നമ്മൾ നേരത്തെ നോക്കിയിരുന്നു. അതിൻ്റെ ഒപ്പം കൂട്ടത്തിൽ പഠിക്കണം, തിരുക്കൊച്ചിയുടെ 4ാമത്തെ മന്ത്രിയായിരുന്നതും പട്ടംതാണുപിള്ളയാണ്. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു, പിന്നീട് തിരുക്കൊച്ചിയുടെ 4ാമത്തെ മുഖ്യമന്ത്രിയായി, അതിനുശേഷം കേരളത്തിൻ്റെ 2ാമത്തെ മുഖ്യമന്ത്രിയായി. കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS, 2ാമത്തെ മുഖ്യമന്ത്രി പട്ടംതാണുപിള്ള. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ആയ ശേഷം ഗവർണർ പദവി വഹിച്ച ഏക മലയാളിയാണ് പട്ടംതാണുപിള്ള. അപ്പോൾ പട്ടംതാണുപിള്ള ഗവർണർ പദവി വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം പഞ്ചാബിലെ ഗവർണറായിരുന്നു. അതുപോലെ കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യർ എന്നറിയപ്പെടുന്നതും ഈ ഒരു പട്ടംതാണുപിള്ളയാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണം. കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യർ എന്നറിയപ്പെടുന്നത് പട്ടംതാണുപിള്ളയാണ്. ഇനി തിരുക്കൊച്ചിയിലെ 5ാമത്തെയും അവസാനത്തെയും മുഖ്യമന്ത്രിയാണ് പനമ്പള്ളി ഗോവിന്ദമേനോൻ. അദ്ദേഹം ലോകസഭയിലേക്ക് മത്സരിച്ച് കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളിയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാവരും കൃത്യമായിട്ട് തന്നെ പഠിച്ചിരിക്കുക. അടുത്ത എക്സാമുകൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്